പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 3.5 വർഷക്കാലം നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു. അപ്പോസ്തലന്മാരും അതേപോലെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ലോകത്തോട് വിളിച്ചറിയിച്ചു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപജീവിതം ഉപേക്ഷിച്ച് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിലേക്ക് മടങ്ങി വരുവിൻ, ആ ദൈവഭവനത്തിൽ ദൈവപുത്രന്മാരായി നിത്യതയോളം ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ വിളിയാണ് ദൈവരാജ്യ സന്ദേശം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചത് സകല ജനത്തെയും തൻ്റെ അടുക്കലേക്ക് മടക്കി വരുത്തുവാനാണ്. അതായത് പാപം മൂലം ദൈവരാജ്യം നഷ്ടമായി, ദൈവമക്കൾ എന്നുള്ള പദവി നഷ്ടമായി, ദൈവത്തിന് അകന്നുപോയ മനുഷ്യരെ തിരികെ വിളിക്കുന്ന സന്ദേശമാണ് ദൈവരാജ്യ സന്ദേശം. യേശു കർത്താവിന് മുന്നോടിയായി സുവിശേഷം അറിയിക്കാനായിട്ട് വന്ന സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. തുടർന്ന് യോഹന്നാനെ ഹെരോദ രാജാവ് പിടിച്ചു ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. യോഹന്നാൻ തടവിലായി എന്നറിഞ്ഞ് യേശു യോർദാൻ വിട്ട് ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അവൻ നസറത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിർത്തികളിൽ കടൽക്കരെ കഫർനഹൂമിൽ ചെന്ന് പാർത്തു. ആ നഫ്താലി ദേശവും സെബൂലൂൻ ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലായും. ഇങ്ങനെ ഇരുളിലിരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ നിഴലിലും ദേശത്തിലും പാർക്കുന്ന ജനത്തിന് പ്രകാശം ഉദിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യവർഗത്തെ ദൈവം വചനത്താൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രകാശിപ്പിക്കുന്നു എന്നതിൻ്റെ സുവ്യക്തമായ ഒരു തെളിവാണ് ഇവിടെ പറയുന്നത്. യേശു ഗലീലായിൽ യഹൂദന്മാരുടെ പള്ളികളിൽ പോയി ഉപദേശിക്കുകയും ദൈവരാജ്യം പ്രസംഗിക്കുകയും ചെയ്തു. സകല ദീനക്കാരെയും വ്യാധിക്കാരെയും യേശു സുഖപ്പെടുത്തുകയും ചെയ്തു. വ്യാധികളാലും ദീനത്താലും വലഞ്ഞവരും ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ എന്നിവരായ അനേകരെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവരെല്ലാം സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൽ, അതായത് ഈ സുവിശേഷം ആര് കൃത്യപൂർവ്വം ഏറ്റെടുക്കുന്നു അവർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നതോടൊപ്പം തന്നെ പൂർണ്ണമായ രോഗസൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ട് എന്ന ഒരു സന്തോഷ വാർത്തയും കൂടെ ഇതിനകത്തുണ്ട്. യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ പോകുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ, ദീനക്കാരെയും വ്യാധിക്കാരെയും സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുവിൻ എന്നൊക്കെ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുമ്പം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ട് എല്ലാ സമയവും വീട് തോറും
പറഞ്ഞു നടന്നത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെക്കുറിച്ചും യവനന്മാരുടെ എല്ലാം ഞാൻ അറിയിച്ചു. 25-ാം വാക്യം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണുകയാണ്. പൗലോസ് പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര മനോഹരമായ ഒരു ആഹ്വാനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത്. മാനസാന്തരപ്പെടണം. നമ്മുടെ പാപം, ഈ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പാപമാണ് തടസ്സം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് കാൽവരി കുരിശിൽ യാഗമായി തീർന്നുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അനുഗമിക്കുക. പാപമില്ലാതെ നിഷ്കളങ്കമായി നിർമ്മലമായി ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും യേശുവിനെ അനുഗമിച്ച് ആ നിത്യത പ്രവേശിക്കാൻ നമുക്ക് ഒരുങ്ങാം. പ്രിയമുള്ളവരെ, ഇപ്രകാരം സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഏറ്റെടുക്കാൻ നമ്മൾ ഹൃദയപൂർവ്വം ഒരുങ്ങുക. ഈ ലോകത്തിലെ ജീവിതം ഇന്നലെ നാളെ തീരും. ഈ ലോകത്തിലുള്ള ഭാവജീവിതമോ അല്ലെ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഓട്ടോ, ഇതെല്ലാം ഒന്നും അപ്പോൾ താൽക്കാലികമാണ്. നമുക്കറിയാം, നിത്യമായി നിലനിൽക്കുന്ന ഒരു സൗഭാഗ്യം ദൈവത്തോടു കൂടിയുള്ള ജീവിതം മാത്രമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഓരോരുത്തരുടെയും സുവിശേഷ പ്രസംഗം സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നതും നിഷ്കളങ്കവും നിർമ്മലവുമായിരിക്കട്ടെ, നിർവ്യാജമായിരിക്കട്ടെ. സ്നേഹവും സന്തോഷത്തോടെ ദൈവം നമുക്ക് തരുന്ന ഈ വചനത്തെ സന്തോഷത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ ദൈവരാജ്യം പുലരട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, രോഗങ്ങൾ മാറട്ടെ, ദീനവും വ്യാധിയും മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.